ഇപ്പൊ ദൈവം സഹായിച്ചതിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും ആരെയും പട്ടിണി ആവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. ഇതുപോലെ എനിക്ക് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ വരി നിർത്തിയതാ, ഇന്ന് ഞാൻ ക്യൂ നിർത്തിയതാ, ഞാൻ മാക്സിമം ക്യൂ നിർത്തിയതാ. എന്നിട്ട് എല്ലാവരും കൂടി വന്ന് എന്നെ നിങ്ങൾ കണ്ട മനസ്സിലാവും അതിലുണ്ട് എന്താണെന്നുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ എന്നാൽ 2 പൊതി മേടിക്കും. അങ്ങനെ 5 പേര് അവരെ ഗ്രൂപ്പിൽ കാണും. അങ്ങനെ അപ്പൊ 5 പേരായപ്പോ എത്ര പൊതിയായി? 10 പൊതിയായി. അവർ 50 രൂപ കൊണ്ട് വിൽക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ കാണൊക്കെ ഇവിടെ ഒരു സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിൽ മദ്യവെച്ച് ഇവിടെ യൂത്തിന്റെ ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. യൂത്തിന്റെ ആൾക്കാർ സ്നേഹം പോയിട്ട് അവിടെ നിന്ന് ചോറും പൊതിയും വെള്ളം അടക്കാൻ കൊടുക്കുന്നേ, ബോട്ടിൽ വെള്ളം. അത് കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ബാഗിൽ നിന്ന് കള്ളും എടുത്ത് ബ്രാൻഡിയും എടുത്തിട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നു. ഓപ്പൺ പറയായിട്ട് അധികാരങ്ങളൊന്നും കാണുന്നില്ല. ഇതൊന്നും RCCയുടെ ഫ്രണ്ടിലാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? നാളെ തൊട്ട് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കത്തില്ല. എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം. ഈ വീഡിയോ കാണുന്നവരായാലും ശരി, നിങ്ങൾ പറ എന്ത് ചെയ്യണം. എന്നെ നല്ല വിഷമമുണ്ട്, നല്ല വിഷമമാണ്. നല്ല എനിക്ക് ഒരുപാട് പേര് ക്യൂ നിന്നിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാത്തതിന് എനിക്ക് നല്ല വിഷമമുണ്ടാവും. വേറെ ഒന്നുമില്ല, സഹായിച്ചൊരു കൂടെ നിൽക്കുക. എനിക്ക് ഒരുപാട് നല്ല വിഷമമുണ്ട്. കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ക്യൂ നിന്ന് അല്ലാത്തവരൊക്കെ വന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി കണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും കിട്ടണേ എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. അർഹതപ്പെട്ടവർക്ക് കിട്ടണേ എന്നുള്ള അതെനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ശരി, അപ്പം